أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. പ്രവാചകരെ, യുക്തിയുക്തമായും ഹൃദയാവർജകമായ സതുപദേശമായിക്കൊണ്ടും നിന്റെ വിധാതാവിൻ്റെ സരണിയിലേക്ക് പ്രബോധനം ചെയ്തുകൊണ്ടേയിരിക്കുക. അവരോട് ഏറ്റവും വിശിഷ്ടമായ രീതിയിൽ സംവദിക്കുക. തൻ്റെ സരണിയിൽ നിന്നും വ്യതിചലിച്ചവരെ നന്നായി അറിയുന്നത് നിന്റെ നാഥൻ തന്നെയാകുന്നു. സന്മാർഗസ്ഥർ ആരാണ് എന്നും ഏറ്റവും നന്നായി അറിയുന്നത് അവൻ തന്നെയാകുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ. പ്രിയ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൻ നഹ്ലിലുള്ള 125 ആയത്താണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി കേൾപ്പിച്ചത്. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു തആല തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, അതുപോലെ തന്നെ ഷിർക്കിൻ്റെ നിരർത്ഥകത എന്നിവ പുതിയ രീതിയിലും സ്വഭാവത്തിലും അവതരിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക പ്രബോധനത്തെ പരിഹസിക്കുകയും പുച്ഛിച്ചു തള്ളുകയും ചെയ്യുന്ന പ്രതിയോഗികളുടെ നിലപാടിൽ പ്രയാസപ്പെട്ട പ്രവാചകനെ സമാശ്വസിപ്പിക്കുന്ന ഭാഗമാണ് ഈ സൂറയുടെ അവസാന ഭാഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകനോടും അദ്ദേഹത്തിലൂടെ മുസ്ലിം സമൂഹത്തോടും ഇസ്ലാമിക പ്രബോധനം തുടരുവാനും അതിൽ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ക്ഷമയോടുകൂടിയും ആർജവത്തോടുകൂടിയും തരണം ചെയ്യേണ്ടതുണ്ട് എന്നും നിർദ്ദേശിക്കുകയാണ് ഈ ഭാഗങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല. നിന്റെ നാഥൻ്റെ സരണിയിലേക്ക് പ്രബോധനം ചെയ്യുക എന്നുള്ളതാണ് ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ ഇദ്ഉ ഇലാ സബീലി റബ്ബിക എന്ന വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. മുസ്ലിങ്ങളല്ലാത്തവരെ ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്യുന്നതിനെയും മുസ്ലിങ്ങളായവരെ ഇസ്ലാമിൻ്റെ സംസ്കാരത്തിലേക്കും നടപടിക്രമത്തിലേക്കും പ്രബോധനം ചെയ്യുന്നതിനെയുമാണ് ഇത് ഉൾക്കൊള്ളുന്നത്. ഖുർആനിൻ്റെ മറ്റു പല ഭാഗങ്ങളിലായിക്കൊണ്ട് അംറു ബിൽ മഅറൂഫ് വനഹ അനിൽ മുങ്കർ എന്ന് പ്രയോഗിച്ചിട്ടുള്ളതിൻ്റെ മറ്റൊരു രീതിയും ഭാഷ്യവുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, നിൻ്റെ നാഥൻ്റെ വഴിയിലേക്ക് നീ അവരെ വിളിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം എങ്ങനെയാണ് വിളിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതിൽ ഒന്നാമതായിക്കൊണ്ട് ബിൽ ഹിക്മ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. യുക്തിയുക്തമായി എന്നാണ് ഇതിന് അർത്ഥമാക്കുന്നത്. ആവശ്യമായ തെളിവുകളും ന്യായങ്ങളും നിരത്തിക്കൊണ്ട് സന്ദർഭത്തിൻ്റെ ഔചിത്യം പരിഗണിച്ചുകൊണ്ടും പ്രബോധിതരുടെ സാംസ്കാരിക നിലവാരവും മാനസികാവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ടുമുള്ള തികഞ്ഞ യുക്തിബോധത്തോടെ കൂടിയായിരിക്കണം ആളുകളെ ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ബിൽ ഹിക്മത്ത് എന്നതിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി, അതായത് അള്ളാഹുവിൻ്റെ സരണിയിലേക്ക് വിളിക്കേണ്ടതിൻ്റെ രണ്ടാമത്തെ സ്വഭാവ സവിശേഷതയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് അൽ മൗഇലത്തുൽ ഹസന എന്നാണ്. നന്മയായ ഉപദേശം എന്നാണ് ഇതിൻ്റെ വാക്കർത്ഥം. അതായത് പ്രബോധിതനോടുള്ള നിഷ്കളങ്കമായ സ്നേഹവും ഗുണകാംക്ഷയും അതുപോലെ തന്നെ ഏറ്റവും നല്ല സ്നേഹം തുളുമ്പുന്ന ഭാഷയിലും ശൈലിയിലുമുള്ള ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും ബോധവൽക്കരണവുമാണ് മൗഇലത്തുൽ ഹസന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക പ്രബോധന മാർഗത്തിൽ നാം കൈവരിക്കേണ്ട അല്ലെങ്കിൽ സ്വായത്തമാക്കേണ്ട 2 അടിസ്ഥാന തത്വങ്ങളാണ് ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. പ്രബോധകൻ പറയുന്നതെന്തും തെളിവിൻ്റെയും ന്യായത്തിൻ്റെയും വെളിച്ചത്തിലായിരിക്കണം നാം അവതരിപ്പിക്കേണ്ടത്. മറിച്ച് പ്രകോപനത്തിൻ്റെയോ പ്രലോഭനത്തിൻ്റെയോ ഭീഷണിയുടെയോ കുതർക്കത്തിൻ്റെയോ അതുപോലെ തന്നെ സ്വന്തം കേമത്തം പ്രകടിപ്പിക്കുന്നതിൻ്റെയോ ശൈലി നാം സ്വീകരിക്കരുത് എന്ന ഒരു
ആശയം കൂടി ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പ്രബോധിതനോടുള്ള സത്യസന്ധമായ ഗുണകാംക്ഷയും അനുഭാവവും ആദരവും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രൂപത്തിൽ വിനയത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഭാഷയിലായിരിക്കണം നാം അവരോട് സംവദിക്കേണ്ടത്. അവരെ ശ്രദ്ധിച്ചു കേൾക്കുവാനും അതിനെക്കുറിച്ച് അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവാനും അതേപ്പറ്റി ആലോചിക്കുവാനും ഇത്തരത്തിലുള്ള സ്നേഹത്തിൻ്റെ ഭാഷ ഉപയോഗപ്രദമാക്കും എന്ന് നമുക്ക് ബോധ്യപ്പെടും. തികഞ്ഞ ശത്രുക്കളോട് പോലും ഈ ശൈലിയും സ്വഭാവവുമാണ് നാം സ്വീകരിക്കേണ്ടത് എന്നാണ് ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. ഖുർആനിൽ തന്നെ സൂറത്തുൽ ഫുസ്സിലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഉത്ബോധനം നമുക്ക് കാണാൻ സാധിക്കും. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ എന്ന് പറയുന്ന വർത്തമാനം ഉത്ബോധനം. ഈ നിർദ്ദേശം ആവശ്യമായി തീർന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ഇതിൻ്റെ മുന്നേയുള്ള ആയത്തുകളിൽ വ്യക്തമാക്കിയതുപോലെ ഇസ്ലാമിൻ്റെ വിരോധികൾ മുസ്ലിങ്ങൾക്കെതിരെ അക്രമമർദ്ദനങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ട സമയത്ത് പ്രവാചകന് പുറമേ ഒരു സംഘം വിശ്വാസികളും പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഉള്ള ആ സന്ദർഭത്തിൽ, ഈ പരിതസ്ഥിതിയിൽ അവിശ്വാസികളുടെ അതിക്രമങ്ങളിൽ പ്രകോപിതരായിക്കൊണ്ട് മുസ്ലിങ്ങൾ അത്തരം ചില നിലപാടുകളിലേക്ക്, ചില നടപടികളിലേക്ക് തിരിയുക ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അങ്ങനെ സംഭവിച്ചാൽ, അത്തരത്തിലുള്ള പ്രകോപനപരമായി കൊണ്ടുള്ള നിലപാടുകൾ മുസ്ലിങ്ങൾ സ്വീകരിച്ചാൽ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ പ്രകൃതി തന്നെ അട്ടിമറിയും എന്ന ആപത്ത് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പ്രബോധന പ്രവർത്തനത്തിൽ ദീക്ഷയും അതുപോലെ തന്നെ ഔചിത്യബോധവും പ്രബോധിതരോടുള്ള നിഷ്കളങ്കമായ ഗുണകാംക്ഷയും പ്രധാനമാണ് എന്നും ഋജുവായ ആ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കരുതെന്നും പ്രബോധകരെ ഉണർത്തുകയാണ് അല്ലാഹു ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. പ്രബോധന പ്രവർത്തനങ്ങളിൽ ചർച്ചകളുണ്ടാകാം, സംവാദങ്ങളുണ്ടാകാം. അതൊക്കെ സ്വാഭാവികമായ ഒന്നാണ്. എന്നാൽ നിസ്വാർത്ഥമായ സത്യാന്വേഷണത്തിൻ്റെയും പ്രതിപക്ഷ ബഹുമാനത്തിൻ്റെയും ശൈലിയാണ് നാം അതിൽ സ്വീകരിക്കേണ്ടുന്ന മാർഗം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. പ്രതിയോഗിയുടെ വികാരം വ്രണപ്പെടുത്തുവാനോ അവരെ കൊച്ചാക്കുവാനോ നാം ശ്രമിക്കാൻ പാടില്ല. എങ്ങനെയും വാദത്തിൽ ജയിച്ചെടുക്കുക എന്നുള്ളതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. മറിച്ച് സത്യം വെളിപ്പെടുത്തി അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. പ്രതിയോഗികളോട് പ്രകോപനപരമായ ശൈലി സ്വീകരിച്ചുകൊണ്ട് പ്രബോധകൻ തൻ്റെ സംസ്കാരവും സമചിത്തതയും കൈവിട്ടുകൊണ്ട് പ്രകോപിതരായിക്കൊണ്ട് അവരോട് സംവദിക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിലുള്ള ഉത്ബോധനങ്ങൾ ഖുർആനിൽ മറ്റ് പല ഇടങ്ങളിലായിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വഖുല്ലി ഇബാദി യഖൂലുല്ലതീ ഹിയ അഹ്സൻ എന്നും വജാദൽഹും ബില്ലതീ ഹിയ അഹ്സൻ എന്നുള്ളതും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലാഹുവിൻ്റെ ഉത്ബോധനങ്ങളാണ്. നമുക്കറിയാം, യുക്തിബോധത്തോടുകൂടിയും സന്ദർഭോചിതമായിക്കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്തതിൻ്റെ ഒരുപാട് മാതൃകകൾ നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. ഒരിക്കൽ പ്രവാചകൻ്റെ അടുത്ത് ഒരു യുവാവ് വന്നിട്ട് വ്യഭിചരിക്കാനുള്ള അനുവാദം ചോദിച്ച ചരിത്രം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് വളരെ ഹിക്മത്തോടുകൂടി ഉത്തരം പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിൻ്റെ മാതാവിനോട് അത് ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുമോ എന്ന് ആദ്യം ചോദിക്കുകയും പിന്നീട് നിൻ്റെ സഹോദരിയോട്, നിൻ്റെ മകളോട്, നിൻ്റെ ഭാര്യയോട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ അങ്ങനെ അരുളുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നിൻ്റെ സഹോദരിക്കോ നിൻ്റെ മകൾക്കോ നിൻ്റെ മാതാവിനോ ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയെ നീ ചെയ്യാനാണോ എന്നുള്ള രൂപത്തിലുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വർത്തമാനവും വ്യഭിചാരത്തിൽ നിന്നും പൂർണ്ണമായി അത് ചിന്തിക്കുന്നത് പോലും തെറ്റാണ് എന്ന അർത്ഥത്തിലേക്ക് ആ യുവാവ് എത്തിച്ചേർന്നതുമായ ചരിത്ര സംഭവം. അങ്ങനെ യുക്തിയുക്തമായിക്കൊണ്ട് ഹൃദയത്തെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള സതുപദേശമായിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ സരണിയിലേക്ക് നാം ക്ഷണിക്കേണ്ടത് എന്നുള്ളതാണ് ഇത്തരം ചരിത്ര സംഭവങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. അതുപോലെ തന്നെ നാം ഒരിക്കലും തന്നെ സംവദിക്കുമ്പോൾ ഇസ്ലാമിനെ കുടുസായിക്കൊണ്ടോ
അതേപോലെ തന്നെ തീവ്രമായ നിലപാടുകളായിക്കൊണ്ടോ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പാടില്ല. ഇസ്ലാം എന്ന് പറയുന്നത് വളരെ ലളിതമായതും വളരെ സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ഒരു പ്രത്യാശാസ്ത്രമായി കൊണ്ടായിരിക്കണം നമ്മൾ അവതരിപ്പിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പല സന്ദർഭങ്ങളിലായി കാണിച്ചു തന്നിട്ടുണ്ട്. പള്ളിയിൽ മൂത്രവിസർജനം ചെയ്ത ഒരു മനുഷ്യനോട്, ഒരു ഗ്രാമീണനോട് പ്രകോപിതമാകാതെ ദേഷ്യപ്പെടാതെ അയാളെ വിട്ടേക്കുക, കുറച്ച് വെള്ളം കൊണ്ട് നാം അതങ്ങ് വൃത്തിയാക്കിയാൽ മതി എന്ന സ്വഹാബിമാരോടുള്ള പ്രവാചകൻ്റെ കൽപ്പന. അതുപോലെ തന്നെ ചില ബദവികൾ വന്ന് പ്രവാചകൻ്റെ മുന്നിൽ വന്നിട്ട് ചിലപ്പോഴൊക്കെ ചോദിക്കുന്ന സന്ദർഭങ്ങൾ ഇസ്ലാമിനെ വളരെ എളുപ്പമായിട്ടൊന്ന് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ സ്വർഗം ലഭിക്കുവാനുള്ള എളുപ്പമാർഗമൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്ന രീതി, അള്ളാഹു ഏകനാണെന്നും അവൻ്റെ ദൂതനാണ് ഞാനെന്നും വിശ്വസിക്കുക, പിന്നെ 5 നേരം നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, എത്ര മതിയോ എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോൾ അത്രയും ചെയ്താൽ മതി, ദീൻ അല്ലെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് ലഭിക്കും എന്ന അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കറിയാം ഇസ്ലാം സമ്പൂർണ്ണമായി ആ രൂപത്തിലല്ല, എന്നാൽ പോലും അവരുടെ അറിവിൻ്റെയും അവരുടെ അവർ ആഗ്രഹിക്കുന്ന രൂപത്തിലും ഒക്കെ ആയിക്കൊണ്ട് ദീനിനെ വളരെ ലളിതമായിക്കൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ സംവദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആളുകളെ മടുപ്പിക്കാതെ ആളുകൾക്ക് ഏറ്റവും ലളിതമായ രൂപത്തിൽ ഉപദേശിച്ചുകൊണ്ട് കുറേശ്ശെയായിക്കൊണ്ട് അവരുടെ സമയവും സന്ദർഭവും കേൾക്കുന്ന ആളുകളുടെ മനോഭാവവും പരിഗണിച്ചുകൊണ്ട് കുറേശ്ശെയായി പ്രവാചകൻ ഉപദേശിച്ച സന്ദർഭങ്ങൾ വളരെ ഉദാത്തമായ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പ്രബോധന മാർഗത്തിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ സൂക്തത്തിൻ്റെ പശ്ചാത്തലം ഉൾക്കൊള്ളുന്നതും ഇസ്ലാമിക പ്രബോധകർ പൊതുവിലും അവഗണിക്കുന്നതുമായ ഒരു സുപ്രധാനമായ സംഗതിയുണ്ട്. പ്രബോധിതരുടെ സംസ്കാരവും മതസങ്കല്പങ്ങളും ജീവിത ദർശനവുമൊക്കെ സാമാന്യമായെങ്കിലും നമ്മൾ ഗ്രഹിച്ചിരിക്കുക എന്ന് പറയുന്നത് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഇറങ്ങുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതിയായിരുന്നത്. പ്രബോധകനും പ്രബോധിതരും പൊതുവായി പങ്കുവെക്കുന്ന ആശയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രബോധകൻ്റെ സമീപനം എന്ന് പറയുന്നത്. അത് പ്രബോധനത്തിലെ ഹിക്മത്തിൻ്റെയും മൗഇലത്തുൽ ഹസനത്തിൻ്റെയും അനിവാര്യ താല്പര്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാം ഇതിനു മുമ്പേ ഉള്ള ആയത്തുകളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെക്കുറിച്ച് പരാമർശിച്ചത് നമുക്ക് ഈ സൂറയിൽ തന്നെ കാണാൻ സാധിക്കും. യഹൂദർക്കും നസ്രാലികൾക്കും അറബികൾക്കും ഒരുപോലെ പരിചിതനായ ആദരണീയനുമായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഏകവിശ്വാസത്തെക്കുറിച്ചും അതിൻ്റെ ഭക്തിയെക്കുറിച്ചും അതുപോലെ തന്നെ അതിലേക്ക് ആ അള്ളാഹുവിൻ്റെ സരണിയിലേക്ക് അവരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലും സ്വഭാവത്തിലും അതിന് അങ്ങനെ ജനങ്ങളെ വിളിക്കുന്ന സ്വഭാവ രീതി അള്ളാഹു ഖുർആനിലൂടെ തന്നെ നമുക്ക് വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത്. ഖുൽ യാ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനിനാ വ ബൈനക്കും എന്ന ആഹ്വാനം, നമുക്കും നിങ്ങൾക്കും ഒരുപോലെ അംഗീകരിക്കാൻ പറ്റുന്ന പ്രമാണത്തിലേക്ക് വരുവീൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്ഷണം, ഇതൊക്കെ ഈ ഒരു രീതിയും സ്വഭാവവും നമ്മെ പഠിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. നമ്മൾ ആരോടാണ് സംവദിക്കുന്നത്, നമ്മൾ ആരോടാണ് പ്രബോധനം നിർവഹിക്കുന്നത്, അവരുടെ അവസ്ഥകളും അവരുടെ ഇടപെടലുകളെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ മതസങ്കല്പങ്ങളെക്കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ അവരോട് പ്രബോധനം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. ഈ ആയത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വെക്കുന്നത് ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ വല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് പ്രബോധനത്തിൻ്റെ ഫലഭാഗം അള്ളാഹുവിന് ഇട്ടുകൊടുക്കുക. ആരൊക്കെയാണ് വഴിതെറ്റിപ്പോകുന്നതെന്നും ആരൊക്കെയാണ് നേർവഴി പ്രാപിക്കുന്നത് എന്നും അള്ളാഹുവിന് നന്നായി അറിയാം. ഓരോരുത്തരും അർഹിക്കുന്നത് അള്ളാഹു അവന് നൽകുന്നു. പ്രബോധനം ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ, അതായത് പ്രബോധകൻ്റെ ചുമതല. പ്രബോധനം യഥാവിധി നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ചുമതല അവസാനിക്കുന്നു. ബാക്കി കാര്യങ്ങൾ അള്ളാഹുവിന് വിട്ടുകൊടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ അള്ളാഹു നോക്കിക്കൊള്ളും എന്നുള്ള ഒരു ഉത്ബോധനമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത്
അള്ളാഹുവിൻ്റെ റസൂലിനെയും അതുപോലെ തന്നെ ഇസ്ലാമിക പ്രബോധന മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളോടുമുള്ള ആശ്വാസത്തിൻ്റെ വാക്കാണ്. നാം പ്രബോധനം നടത്തിയതിനു ശേഷവും ആശയ സംവാദത്തിൽ ഏർപ്പെട്ടതിന് ശേഷവും അവർ എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ സന്മാർഗത്തിലേക്ക് അടയുന്നില്ല എന്ന രൂപത്തിലുള്ള ആവലാതിയും വേവലാതിയും വേണ്ടതില്ല എന്ന്, അത് അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. ആരെയൊക്കെയാണ് സന്മാർഗത്തിലേക്ക് ആക്കേണ്ടത് എന്നും ആരൊക്കെ സന്മാർഗ പാതയിലാവേണ്ടത് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചും അള്ളാഹുവിനാണ് നന്നായി ബോധ്യമുണ്ടാവുക എന്നുമാണ് ഈ ആയത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക പ്രബോധന മാർഗത്തിൽ നാം സ്വീകരിക്കേണ്ട വിശിഷ്ടങ്ങളായ സ്വഭാവ രീതികളെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ ആളുകളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട്. പടച്ച തമ്പുരാൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.